ഹായ് ഗൈസ്, ഞാൻ സ്പൈഡി. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 200 കോടി ക്ലബിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം ലോക സിനിമയുടെ റിവ്യൂവുമായിട്ടാണ്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. യുവ നായകന്മാർ അരങ്ങു തകർക്കുകയും നായികമാർ കണ്ണുകൊള്ളാതിരിക്കാൻ കുത്തിനാട്ടിയ കോലങ്ങളാവുകയും ചെയ്യുന്ന സിനിമാ ലോകത്താണ് കല്യാണി പ്രിയദർശൻ കയറിയങ്ങ് മേയുന്നത്. ഇവിടെ നായകന്മാരാണ് കാഴ്ചക്കാർ, നായിക സൂപ്പർ ഹീറോയിനാണ്. ചന്ദ്രനിലേക്ക് പറന്നുയരുന്ന ചന്ദ്ര പരിചിതമല്ലാത്ത ജോണറിലൂടെയുള്ള തുടക്കമായതിനാൽ ആദ്യ പകുതി പ്രേക്ഷകൻ ദഹിച്ചു വരാൻ കുറച്ചു സമയമെടുത്തേക്കാം. എന്നാൽ സിനിമ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നതോടെ പ്രേക്ഷകനും അതിനോടൊപ്പം സഞ്ചരിക്കും. ഒരു രംഗം പോലും കാഴ്ചക്കാരൻ മുൻകൂട്ടി ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് ലോകയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സംവിധായകൻ ഡൊമിനിക് അരുൺ തന്നെയാണ് തിരക്കഥാകൃത്തും. സംവിധായകന്റെ മനസ്സിലുള്ള സിനിമയെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ കൂട്ടിന് കട്ടക്കു നിൽക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സംരംഭം വെൽഫെയർ ഫിലിംസ്. അതിനൊപ്പം ഒരു സെക്കൻഡ് പോലും പ്രേക്ഷകന്റെ ശ്രദ്ധ തെറ്റിക്കാതെ കൂടെ സഞ്ചരിക്കുന്ന ജേക്സ് ബിജോയിയുടെ സംഗീതം, നിമിഷ് രവിയുടെ സിനിമോട്ടോഗ്രഫി, ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, റോണക് സേവ്യറുടെ മേക്കപ്പ്, ഇതിനെല്ലാം പുറമെ യാനിക്ക് ബെൻ ഒരുക്കിയ ആക്ഷൻ കൊറിയോഗ്രാഫി എല്ലാം ഒത്തുചേർന്നപ്പോൾ കാഴ്ചക്കാരൻ കിട്ടിയത് തിയേറ്റർ അനുഭവത്തിന്റെ 24 കാരറ്റ് ലോക. മിത്തും അതിഹ്യവും യാഥാർത്ഥ്യവുമൊക്കെ കൂട്ടിക്കലർത്തിയാണ് ലോകം മുമ്പോട്ടു പോകുന്നത്. കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര എന്ന കള്ളിയങ്കാട്ട് നീലി, സണ്ണി വെയിനിന്റെ കത്തനാർ, ടൊവിനോ തോമസിന്റെ മാന്ത്രികനും ചാത്തനും ഉൾപ്പെടുന്ന അതിഹ്യവും മിത്തും കൂടിക്കലർന്നൊരു തലം. ആ തലവുമായി ഇഴുകിച്ചേർന്ന് കർണാടകയിലെ മെട്രയ നഗരത്തിലെ ആധുനിക കാഴ്ച. ഇതു രണ്ടും കൂടി സൃഷ്ടിക്കുന്ന ഭ്രമാത്മക ലോകത്തൂടെയാണ് കാഴ്ചക്കാരൻ സഞ്ചരിക്കേണ്ടത്. മറ്റൊരു ഭ്രമയുഗം തന്നെ. കാലങ്ങൾക്കതീതമായി സിനിമ സഞ്ചരിക്കുന്നതിനാൽ കഥാപാത്രങ്ങളുടെ അതീന്ദ്രിയവും അമാനുഷികവുമായ കഴിവുകളിൽ സന്ദേഹപ്പെടേണ്ടതില്ല. യഥാർത്ഥ ലോകത്തൂടെ സഞ്ചരിക്കുകയും അമാനുഷിക പഥങ്ങളിലൂടെയുള്ള പാതകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ചന്ദ്രയിലേക്കുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ അസാധാരണമായ രൂപമാറ്റം തന്നെയാണ് കാലങ്ങളെ അടയാളപ്പെടുത്തുന്നത്. കാട്ടുജീവിതത്തിന്റെ അറിവില്ലാ കാലത്ത് നാട്ടുമനുഷ്യർ വിധിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുഞ്ഞു കാട്ടുപെണ്ണ് നീലിയായി അവതാരമെടുത്ത് നടത്തുന്ന ആക്ഷന് ഇതിനു മുമ്പൊരിക്കലും മലയാളത്തിൽ കണ്ടിട്ടില്ല. അതോടൊപ്പം ചന്ദ്രയും ചാത്തനും ഒരു മാത്രയുടെ പല അംശങ്ങളൊന്നുകൊണ്ട് ചെയ്തു തീർക്കുന്ന കാര്യങ്ങളും കാഴ്ചക്കാരനെ കണ്ണെടുക്കാൻ അനുവദിക്കില്ല. മെട്രോ നഗരത്തിൽ ജോലിയെടുക്കാൻ മടിച്ചും കഞ്ചാവും കള്ളുമടിച്ചും കാലം കഴിക്കുന്ന 3 യുവാക്കളുടെ ജീവിതത്തിലേക്കാണ് ചന്ദ്ര വരുന്നത്. ഏത് യുവാവും പ്രണയിച്ചു പോകുന്നൊരു സുന്ദരി. പതിവ് പോലെ അവൾ പലരെയും ആകർഷിക്കുന്നുമുണ്ട്. നീതി നടപ്പാക്കേണ്ടവരും നിയമത്തിന്റെ കാവൽക്കാരേവേണ്ടവരുമെല്ലാം പല വഴി മാറി തെറ്റി സഞ്ചരിക്കുന്നിടത്താണ് ചന്ദ്രയെന്ന കള്ളിയങ്കാട്ട് നീലി ദേവിയുടെ അവതാരം പോലെ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു നാട്ടിലും 2 പതിറ്റാണ്ടിൽ കൂടുതൽ ജീവിക്കാനാവാത്ത അവൾക്ക് നൂറ്റാണ്ടുകൾ പ്രായമുണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലെങ്കിലും നായകൻ തിരിച്ചറിയുന്നുണ്ട്. പതിവ് നിഷ്കളങ്ക കാമുകനായി നെസ്ലിന് വരുമ്പോൾ സണ്ണി എന്ന കഥാപാത്രം അയാളിൽ ഭദ്രമാണ്. നായിക അമാനുഷിക ശക്തിയിൽ സിനിമ മുഴുവൻ അമ്മാനമാടുമ്പോൾ നെസ്ലിന്റെ സണ്ണി പലയിടങ്ങളിലും കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷേ കഥാഗതിയെ പ്രേക്ഷകരുമായി സംവദിപ്പിക്കുന്നതിൽ ഈ കഥാപാത്രമാണ് പ്രധാന പങ്കുവഹിക്കുന്നത്. മെഡിസിന് പൂർത്തിയാക്കാത്ത വേണുവെന്ന ചന്തു സലീം കുമാറാകട്ടെ പഴയകാല സലീം കുമാറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സംഭാഷണത്തിലും ഭാവങ്ങളിലുമെല്ലാം സലീം കുമാറിന്റെ ആദ്യകാല ചിത്രങ്ങളാണ് ചന്തു പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുക. വിജയരാഘവനാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ്. ഡാനിയേൽ എന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഡാനിയേൽ പറയുന്ന കഥയാണ് ഈ സിനിമയെന്നും വരാം. ദി ലിവിംഗ് അമംഗ് അസ് എന്ന ഫിക്ഷൻ എഴുതിയ ഡാനിയേലിലാണ് കഥയുടെ കടിഞ്ഞാണെങ്കിലും അയാളെ സിനിമയിലെ കഥ പറച്ചിലുകാരനായി അവതരിപ്പിക്കാതിരിക്കാനും പതിവ് രീതിയിൽ നിന്നൊരു മാറ്റം വരുത്താനും ഡൊമിനിക് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടർ നാച്ചിയപ്പയായി വരുന്ന സാന്റിയെയും ചേർത്തു പറയാതെ ലോക പൂർത്തിയാവില്ല. അതുപോലൊരു മുഖം അവതരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കഥാപാത്രത്തിന് അനുയോജ്യമാകുമായിരുന്നില്ല. ഒറ്റ രംഗത്ത് മുഖം കാണിക്കാനായി നിരവധി താരങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ മറ്റൊരു അത്ഭുതം കൂടിയുണ്ട്. മമ്മൂട്ടിയാണത്. അതെങ്ങനെയെന്ന് സിനിമ കണ്ടുതന്നെ അറിയണം. എത്ര പറഞ്ഞാലും തീരാത്ത മായാക്കഥകളുള്ള ലോകത്ത് 2-ാമധ്യായത്തിൽ ചാത്തനാണെത്തുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പടം പോയി കാണുക. അടുത്ത പാർട്ടിനു വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വണക്കം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.